ഡിയേഴ്സ് വെൽക്കം ടു അച്ചൂസ് ഡിസൈൻ. ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു നെക്ക് ഡിസൈനാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഈ ഒരു 2 കളറിലെ ഷെയ്ഡിൽ ഉള്ള ത്രെഡാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് സീക്വൻസ് ആണ്, ഒരു ഗോൾഡൻ കളറിലെ സീക്വൻസ്. പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു ആൻറ്റി ഗോൾഡ് കളറിലെ ഷുഗർ ബീഡ്സ് വേണം. അപ്പോൾ ഈ ഒരു ഷുഗർ ബീഡും അതുപോലെ ഈ ഒരു സീക്വൻസും പിന്നെ ഈ ഒരു അളവിലുള്ള ബീഡ്സും കൂടെയാണ് നമുക്ക് വേണ്ടത്, ഒരു ഗോൾഡൻ കളറിലെ ബീഡ്സ്. അപ്പോൾ ഇത്ര ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ പാറ്റേൺ വന്നിട്ട് നമ്മൾ ഫസ്റ്റ് നെക്കൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കുക. നെക്കിൻ്റെ സെൻറ്റർ പോർഷനിൽ നിന്ന് താഴേക്ക് ഒരു 9 or 10 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ ഒരു വീതി എന്ന് പറയുന്നത് ഒരു 5 ഇഞ്ചാണ് കേട്ടോ. 2.5 വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടത്തേക്ക് ഒന്ന് പോയിൻറ്റും ചെയ്തിട്ട് ചെറിയൊരു ബോക്സ് പോലെ ആക്കി എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് വേണം നമ്മൾ അതിനകത്ത് ഫ്ലവേഴ്സും ലീഫും പിന്നെ അതുപോലെ കുറച്ച് റൗണ്ട്സ് ഒക്കെ കൊടുത്തിരിക്കുന്നതൊക്കെ നമ്മൾ ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയാണ്. പിന്നെ അതിനകത്ത് കുറച്ച് സ്പ്രെഡ് ചെയ്ത പോലെ ബീഡ്സും വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്തെടുക്കാം. ബിഗിനേഴ്സിന് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു പാർട്ടി വെയർ സൽവാർ സെറ്റാണ് കേട്ടോ. ഈ ഒരു സെയിം ഡിസൈൻ തന്നെയാണ് ഇതിൻ്റെ ദുപ്പട്ടയ്ക്കും വരുന്നത്. അപ്പോൾ ദുപ്പട്ടയുടെ ഒരു 1 സൈഡ് പോർഷനിലാണ് ഈ ഒരു ഡിസൈൻ വരുന്നത്. അതുപോലെ നമുക്കിനി ഈ ഒരു ഞാൻ മെറ്റീരിയലിലേക്ക് ഒന്ന് ഫ്രീ ഹാൻഡായിട്ട് വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു സ്റ്റിച്ച് ഏതാണെന്ന് നോക്കാം. ഇത് ഞാൻ ഈ 2 കളറിലെ ഷെയ്ഡിലുള്ള ത്രെഡും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ആ ഒരു റൗണ്ടുള്ള ഭാഗത്ത് ആ ഒരു ബോർഡർ റൗണ്ടിൽ നമുക്ക് ഫ്രഞ്ച് നോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് ഡാർക്ക് ഗ്രീൻ കളറിലെ ത്രെഡ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു പോർഷൻ ഫുള്ള് നമുക്ക് ഈ ഒരു ഫ്രഞ്ച് നോട്ട് ഒന്ന് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒരു 2 ടൈംസ് നീഡിലൊന്ന് റൊട്ടേറ്റ് ചെയ്ത് എടുക്കാം. ആദ്യം നമുക്ക് ഈ ഒരു ബോർഡർ ലൈൻ മാത്രമാണ് നമ്മളൊന്ന് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ അതിന് ശേഷം ഒരു ഭാഗം കൂടെ നമ്മളൊന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന് അകത്താണ്, സെൻറ്റർ പോർഷനിലാണ് നമ്മൾ ആ ഒരു ബ്ലൂ ഷെയ്ഡിലുള്ള ആ ഒരു ത്രെഡ് യൂസ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കളറിൽ നമുക്ക് ഏത് കളറിലെ മെറ്റീരിയൽ വേണമെങ്കിലും ഇത് ചെയ്യാം. ഇപ്പോൾ തമ്പനയിൽ കാണിക്കുന്ന പോലെ പല കളറിലെ മെറ്റീരിയൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഏകദേശം നമുക്ക് ആ ഒരു മെറ്റീരിയലിൻ്റെ കളറിൽ തന്നെ ത്രെഡ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കൊരു കോൺട്രാസ്റ്റ് കളർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഡബിൾ ഷെയ്ഡിലുള്ള കളേഴ്സ് കൊടുക്കുന്നതായിരിക്കും കൂടുതൽ ഭംഗി. ഒരേ കളർ കൊടുക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് കാണണമെന്നില്ല. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ജസ്റ്റ് കോൺട്രാസ്റ്റ് കളർ നമുക്ക് കൊടുത്തിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ ഈ ഒരു ബോർഡർ ഭാഗം ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കതിനകത്ത് ഒരു റൗണ്ടും കൂടെ ഒന്ന് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ 2 പ്രാവശ്യം ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു സെൻറ്റർ പോർഷനിൽ നമുക്ക് ആ ഒരു ബ്ലൂ ഷെയ്ഡിൽ വരുന്നിട്ടുള്ള ആ ഒരു ത്രെഡ് യൂസ് ചെയ്തിട്ട് ഒന്ന് ചെയ്ത് കൊടുക്കാം. ഇത് ഫ്രഞ്ച് നോട്ട് തന്നെയാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഞാൻ ഇനി ആ ഒരു ഫ്ലവറിൻ്റെ താഴെയായിട്ട് നമ്മൾ കുറച്ച് പോയിൻറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ആ ഒരു പാറ്റേണിനകത്ത് കണ്ടല്ലോ, അവിടെ ഞാൻ കൊടുക്കുന്നത് ഡേസി സ്റ്റിച്ചാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഡേസി സ്റ്റിച്ച് നമ്മൾ ചെയ്തിട്ട് ആ ഒരു 4 ഡേസി സ്റ്റിച്ച് വരത്തക്ക വിധത്തിലാണ് ഫ്ലവറിൻ്റെ താഴെയായിട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിനി ഈ ഒരു ലീഫിൻ്റെ പോർഷനാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ 2 ലീഫ് അതേപോലെ തന്നെ താഴേക്കുള്ള ഫ്ലവേഴ്സൊക്കെ നമ്മൾ അങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ ലീഫ് ചെയ്യാനായിട്ട് ഗോൾഡൻ കളറിൽ ആൻറ്റി ഗോൾഡ് കളറിലെ ഷുഗർ ബീഡ്സ് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ആ ഒരു ലീഫിൻ്റെ ഏറ്റവും മുകളിലത്തെ ഭാഗത്ത് നിന്ന് സെൻറ്റർ പോർഷനിലേക്ക് ഒരു 4-5 ബീഡ്സ് ഒന്ന് ത്രെഡിലേക്ക് ഒന്ന് കോർത്തെടുത്ത് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 2 സൈഡിലേക്കും ലീഫ് സ്റ്റിച്ച് നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ആ ഒരു രീതിക്ക് തന്നെ ചെയ്ത് കൊടുക്കുക. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും.
ഇപ്പം നമ്മൾ ലീഫ് ചെയ്ത് കഴിയാറായിട്ടുണ്ട്. ഇതേപോലെ തന്നെ അടുത്തുള്ള ലീഫുകളൊക്കെ നമ്മളിങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ലീഫ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പം ഞാൻ 2 ലീഫും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് അതിന് തൊട്ടടുത്തായിട്ട് പാറ്റേണിൽ കണ്ട പോലെ തന്നെ ചെറിയ റൗണ്ട്സ് അപ്പുറം ഇപ്പുറം ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ റൗണ്ട്സ് ഉള്ള ഭാഗത്തൊക്കെ നമ്മൾ ഈ ഒരു ഗോൾഡൻ കളറിലെ സീക്വൻസ് വെച്ചിട്ടൊന്ന് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ആദ്യം ഫ്രഞ്ചിനോട്ട് ചെയ്ത പോലെ തന്നെ ആ ഒരു ബോർഡർ റൗണ്ടിൽ സീക്വൻസ് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക. ഒരൊറ്റ തവണ ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ 2 പ്രാവശ്യം ഉള്ളിലേക്ക് ചെയ്ത് കൊടുക്കുന്നില്ല. നമ്മൾ ഈ ഒരു ബോർഡർ ലൈൻ മാത്രം ഒന്ന് ചെയ്ത് കൊടുക്കുന്നതേ. അപ്പോൾ ഇതുപോലെ അടുപ്പിച്ചടുപ്പിച്ച് നമുക്ക് ഓരോ സീക്വൻസും ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ സെൻറ്ററിലുള്ള ഗ്യാപ്പ് ഉണ്ടല്ലോ, അവിടെ നമ്മൾ ആദ്യം കാണിച്ചിട്ടുള്ള ഒരു റൗണ്ട് ബീഡ് ഉണ്ടല്ലോ, കുറച്ച് വലുപ്പത്തിലുള്ള ആ ഒരു ബീഡ് നമുക്ക് ഒരു 4 എണ്ണമായിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാവേ. ഇപ്പം ഞാൻ 4 ബീഡ്സ് ഞാൻ ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയുള്ള ഫ്ലവേഴ്സൊക്കെ ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കണേ. ഇനിയിപ്പോൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ബോക്സിൻ്റെ അകത്തല്ല നമ്മൾ ഈ ഒരു ഫ്ലവറും ലീഫും എല്ലാം നമ്മൾ ചെയ്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ ആ ബോക്സിനകത്ത് നിൽക്കത്തക്ക വിധത്തിൽ കുറച്ച് ബീഡ്സ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു ആൻറ്റി ഗോൾഡ് കളറിലെ ഷുഗർ ബീഡ് തന്നെ നമുക്കൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ ഇതുപോലെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് ബീഡ്സ് യൂസ് ചെയ്തിട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മളുടെ ദുപ്പട്ടയ്ക്കും വരുന്നത്. ഇതുപോലെ ലീഫുകളും അതുപോലെ തന്നെ ഈ ഒരു ത്രെഡും ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ഡിസൈനാണ് നമുക്ക് ദുപ്പട്ടയിലും വരുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ അപ്പുറം ഇപ്പുറമൊക്കെ സീക്വൻസ് വർക്ക് ചെയ്ത് കൊടുക്കുക. തൊട്ട് താഴേക്ക് വരുമ്പോഴും ഒരു സീക്വൻസ് വർക്ക് വന്നിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ലീഫും. അപ്പോൾ ഇന്നത്തെ ഡിസൈൻ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്നും ഇഷ്ടമായെന്നും ഞാൻ കരുതുന്നു. ചാനൽ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഫ്യൂച്ചറിലിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ കിട്ടാനായിട്ട് ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.